ശോഭ ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫ്രണ്ട് ഓപ്പൺ ബ്രായാണ് തയ്ക്കുന്നത്. ഇതിൽ ഇലാസ്റ്റിക് ഇല്ല. ഇലാസ്റ്റിക് അലർജി ഉള്ളവർക്കും പൂക്ക് പിറകിൽ ഇടാൻ സാധിക്കാത്തവർക്കും ഉള്ള ഒരു ബ്രായാണ് ഇന്ന് നമുക്ക് തയ്ക്കാം. തയ്യൽ അറിയാം എന്നുള്ളവർക്ക് ഇത് ചെയ്ത് നോക്കണം. ഫ്രണ്ട് ഓപ്പൺ ബ്രാ ക്രോസ് കട്ടിങ്ങാണ് നമ്മളിത് തയ്ക്കുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും ഇടാം. ആദ്യം നമുക്കൊരു പാറ്റേൺ ഉണ്ടാക്കാം. ഇന്ന് ഞാൻ തയ്ക്കുന്നത് 40 സൈസിലുള്ള ബ്രായാണ് തയ്ക്കണം. 40 സൈസാണ് ഞാൻ വാങ്ങണത്. പക്ഷേ 40 സൈസ് വാങ്ങണമെങ്കിൽ എൻ്റെ നെഞ്ച് വണ്ണം ഞാൻ അളന്നെടുക്കാം. എനിക്ക് 42 ഇഞ്ച് നെഞ്ച് വണ്ണമുണ്ട്. എൻ്റെ ഇടുപ്പ് വണ്ണം എന്ന് പറയുമ്പോൾ എനിക്ക് 35. അപ്പം നമ്മൾ ആ നെഞ്ച് വണ്ണം നെഞ്ച് വണ്ണം എടുത്തിട്ട് നമ്മൾ അളവെടുക്കണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പം ഈ 42 ഇഞ്ച് വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂടെ ഇടാം. 4 ഇഞ്ച് ലൂസ് ഇട്ടാണ് എത്ര 42 4 കൂടെ കൂട്ടുമ്പോൾ 46. 46ൻ്റെ 4/1 എടുക്കുമ്പം 11.5 ഇഞ്ച് നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടാണ് വെട്ടണം. അതാണ് ഈ 4/1 എന്ന് പറയുന്നത്. അപ്പോൾ 46ൻ്റെ 4/1 ആകുമ്പോൾ 11.5 ഇഞ്ച് നെഞ്ച് വണ്ണമാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. ഇപ്പം ഇടുപ്പ് വണ്ണമെന്ന് പറയുമ്പം 35 ഇഞ്ച്. 35 ഇഞ്ചിൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 39. 39ൻ്റെ 4/1 ആകുമ്പോൾ 9.25 എടുക്കണം. ഇടുപ്പ് വണ്ണം എടുക്കണം 9.25, നെഞ്ച് വണ്ണം 11.5 ആണ് ഈ ഞാൻ എടുക്കണം. അപ്പോൾ ഓരോരുത്തരും അളവെടുത്ത് തയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ട. നെഞ്ച് വണ്ണം എത്ര എടുക്കും, നെഞ്ച് വണ്ണത്തിനുള്ള 4 ഇഞ്ച് ലൂസ് ഇടും. എന്നിട്ട് ആ നെഞ്ച് വണ്ണത്തിൻ്റെ 4/1 എടുത്താണ് നമ്മൾ 4ആയിട്ട് തുണി മടക്കിയിട്ടേക്കുന്നതിൽ അളവെടുക്കേണ്ടത്. ഇടുപ്പ് വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതുപോലെയാണ് ഇടുപ്പ് വണ്ണം എടുക്കേണ്ടത്. ഇങ്ങനെ അളവെടുക്കണം. പിന്നെ നെഞ്ച് വണ്ണം 11.5, ഇടുപ്പ് വണ്ണം 9.25. കഴുത്തകലം എന്ന് പറയുമ്പം 2.5 ഇഞ്ച് കഴുത്തകലം. ബാക്ക് കഴുത്ത് ഇറക്കം 10 ഇഞ്ച്. ഫ്രണ്ട് കഴുത്തിറക്കം 8 ഇഞ്ച്. കൈക്കുഴി 8 ഇഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ അളവെടുത്ത് ഇന്ന് ബ്രാ വെട്ടണത്. അതിൽ നമുക്ക് വേണ്ടത് ആദ്യം ഒരു പാറ്റേൺ വെട്ടാം. പാറ്റേൺ വെട്ടി പാറ്റേൺ തുണിയിൽ വെച്ച് വെട്ടണതാണ് നമുക്ക് കാണിച്ചു തരാം. പാറ്റേൺ ആകുമ്പോൾ നമ്മൾ ക്രോസ് കട്ടിങ് ആണ്. ഇതിപ്പം ക്രോസ് കട്ടിങ് ആയിട്ടാണ് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ തയ്ക്കണത്. ക്രോസ് കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മച്ചിമാരുടെ പ്രായമല്ല, ബാക്കിയുള്ള കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇടത്തക്ക പ്രായമാണ്. ഫ്രണ്ട് ഓപ്പൺ എന്നേ ഉള്ളൂ. പക്ഷെ ക്രോസ് കട്ടിങ് ആണ്. നല്ല ഷേപ്പായിട്ട് ഇരിക്കും. അത് തയ്ച്ച് നോക്കാം. പാറ്റേൺ വെട്ടാം നമുക്ക്. നമ്മൾ ഈ പാറ്റേൺ വെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പർ എടുത്ത് വെച്ചേക്കണത്. ഇത് കാണിച്ചു തരാം. ഈ കഴുത്തകലം ഇവിടെ നിന്ന് ഇതുവരെ കഴുത്തകലം 2.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഇതുവരെ 2.5 ഇഞ്ച്. ഷോൾഡർ 2.5 ഇഞ്ച് ഷോൾഡർ. ഇവിടെ നിന്ന് ഇതുവരെ 2.5 ഷോൾഡർ. കഴുത്തകലം 2.5. ഇവിടെ നിന്ന് ഇതുവരെ ഷോൾഡർ 2.5. കൈക്കുഴി എടുക്കേണ്ടത് നമ്മൾ 8 ഇഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ എന്താ ഈ ഷോൾഡറിൻ്റെ ഈ വരച്ച് അവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇതെങ്ങനെ ഇവിടെ നിന്ന് വരച്ച് കണ്ട ഇതുവരെ 8 ഇഞ്ചാണ്. 8 ഇഞ്ച് ഇതെങ്ങനെ വരയ്ക്കാം. വരച്ചിട്ട് പിന്നെ ഇവിടെ നമ്മൾ ഷേപ്പ് വരയ്ക്കും. കൈക്കുഴിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ വരച്ച് ഷേപ്പിന് കൈക്കുഴി വെട്ടും. കഴുത്തിറക്കം എന്ന് പറയണത് ബാക്ക് കഴുത്ത് 10 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാക്ക് കഴുത്ത് 10 ഇഞ്ച് ഇറക്കം എടുക്കണം. എന്തിനെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസ് ഇടുമ്പം ഈ കഴുത്ത് മേളിൽ കയറിയിരിക്കും ബ്ലൗസ് ഇടുമ്പോൾ. അതുകൊണ്ടാണ് 10 ഇഞ്ച് താഴ്ത്തി എടുക്കുന്നത് ബാക്കിൽ 10 ഇഞ്ച്. പിന്നെ ഇതിൽ നമ്മൾ ബാക്കിൽ ഒരു സൈഡിൽ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് ഷേപ്പിന് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പിന് വെട്ടും. ഇത്രയാണ്. മനസ്സിലായല്ലോ.
കഴുത്തിൻ്റെ അകലം 2.5, ഷോൾഡർ 2.5, കൈക്കുഴി 8, കഴുത്ത് 10. എന്നിട്ട് ഇതുപോലെ വരച്ച് ഈ ബാക്കിൻ്റെ സൈഡിൽ നിന്ന് 1.5 ഇഞ്ച് എടുത്ത് ഇതുപോലെ ഷേപ്പിന് വരച്ച് വെട്ടിയെടുക്കണം. ഇത്രയാണ് കഴുത്ത് വരച്ചിട്ടേക്കണേക്ക. രണ്ടാമത് ഞാൻ എടുത്ത വീഡിയോ ആണ്. ആദ്യം എടുത്ത വീഡിയോ മഴയത്ത് ഭയങ്കര സൗണ്ടായിപ്പോയി. അതുകൊണ്ടാണ് വീണ്ടും രണ്ടാമത് ഒന്നും കൂടെ എടുക്കേണ്ടി വന്നതാണ്. അത് ബാക്ക് പീസാണ്. ഇനി ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസ് ഇവിടെ നിന്ന് ഇതുവരെ 2.5 ഇഞ്ചാണ് കഴുത്തകലം ഫ്രണ്ടിൻ്റെ. ഇവിടെ നിന്ന് ഇവിടെ വരെ 2.5 ഇഞ്ച് ഷോൾഡർ, 2.5 ഇഞ്ച് കഴുത്തകലം, 2.5 ഇഞ്ച് ഷോൾഡർ. കഴുത്തിറക്കം, ഫ്രണ്ട് കഴുത്തിറക്കം 8ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വരച്ച് ഇവിടെ കൊണ്ടുവന്ന് വരച്ചിട്ട് ഈ എപ്പോഴും വെട്ടം പോലെ ഇവിടെ കോണ് മാത്രം ചരിച്ച് വരച്ച് കഴുത്തിറക്കാം റൗണ്ടാക്കി വെട്ടും. പിന്നെ കൈക്കുഴി 8 ഇഞ്ച് കൈക്കുഴി, 8 ഇഞ്ച് കൈക്കുഴി ഇങ്ങനെ മേളിൽ നിന്ന് വരച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കോണ് ചരിച്ച് വരയ്ക്കും. ഇത്രയാണ്. ഇനി ഉള്ളത് ഫ്രണ്ടിലെ പട്ട. നമ്മളെ ബ്ലൗസിൻ്റെ പട്ടവട്ടം പോലെ ഇതിനും പട്ടവട്ടം നമ്മൾ ഈ ബ്രേസിയറിന്. അത് ഇവിടെ നിന്ന് ഇതിപ്പം നമ്മൾ ഇറക്കം എന്ന് പറയുമ്പോൾ മേളിൽ നിന്ന് ഇവിടെ നിന്ന് ഇതുവരെ 14 ഇഞ്ച് ഇറക്കമാണ്. ഇറക്കം എന്ന് പറയുമ്പോൾ ഇത് 14 ഇഞ്ച് ഇറക്കമാണ്. ബാക്കിനും ഫ്രണ്ടിനും 14 ഇഞ്ച് ഇറക്കം എടുത്ത് വണ്ണം നമ്മളെടുത്തേക്കുന്ന എൻ്റെ വണ്ണം 11.5 ഇഞ്ചാണ്. ഇത്രയും 11.5 വണ്ണം 14 ഇഞ്ച് ഇറക്കാം. ഈ 14 ഇഞ്ചിൽ നിന്ന് നമ്മൾ അടിഭാഗത്ത് പട്ടയ്ക്ക് വെട്ടും. അത് പട്ടയ്ക്കെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ 2.5. ഇവിടെ നിന്ന് ഇതാ 2.5 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തിയത്. എന്നിട്ട് നേരെ മേളിൽ നിന്ന് താഴെ വരെ വരുമ്പോൾ ഇത് നടുക്ക് ഭാഗത്തായിട്ട് ഒരു 1.5 ഇഞ്ച് കണ്ട 1.5. ഈ അറ്റത്തും 2.5, ഇവിടെയും 2.5, ഇവിടെ 2.5, ഇവിടെ 2.5, നടുക്ക് 1.5. എന്നിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഷേപ്പിന് നമ്മളിങ്ങനെ റൗണ്ടിന് വെട്ടും, വരച്ചിട്ടിട്ട് വെട്ടും. ഇതാണ് പാറ്റേൺ വെട്ടേണ്ട കണക്കുകൾ. എല്ലാവർക്കും മനസ്സിലായല്ലോ? പാറ്റേൺ നമ്മൾ വെച്ചേക്കാണ്. പാറ്റേൺ എന്താ ക്രോസായിട്ട് വെട്ടേണ്ടത്. നമ്മൾ ഇങ്ങനെ ക്രോസ് ഈ കോണിലാണ്. ഈ കോണ് കണ്ടല്ലോ, കോണിൽ ഫ്രണ്ട് പീസ് വെച്ചേക്കാണ്. ഇത് കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ വരണം. ആ 2 കോണിലാണ് ഈ ഫ്രണ്ട് പീസിൻ്റെ പീസ് കൊണ്ടുവന്ന് ഞാൻ വെച്ചേക്കണത്. ഇത് കണ്ടല്ലോ, ഇങ്ങനെയാണ് ക്രോസ് വെട്ടേണ്ടത്. അടിഭാഗം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കഴുത്ത്, കൈക്കുഴി, കഴുത്ത് ഇങ്ങനെ വെച്ച് 4 വശം പാറ്റേൺ വെച്ച് വരച്ച് വെച്ചേക്കാണ്. പാറ്റേൺ വെച്ചേക്കണത് കണ്ടല്ലോ. ക്രോസ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 മടക്ക് മടക്കിയിട്ടേക്കാണ് തുണി ക്രോസായിട്ട് വെട്ടാൻ. ഇതിൽ 2 പീസും കിട്ടും. പീസ് കിടക്കയില്ല, 2 തുണ്ട് കിടക്കണമുണ്ട്, 2ആയിട്ട് കിട്ടും. പാറ്റേൺ വെച്ച് ഞാൻ വരച്ചിട്ടേക്കാണ്. കഴുത്ത്, കൈക്കുഴി ഇവിടെ നിന്ന് ഇതുവരെ ആ ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് പാറ്റേൺ വെച്ച് വെട്ടണം. ഇതിൻ്റെ അടി പീസിലെ പട്ടയാണ് ഈ വരച്ച് വെച്ചിരിക്കണം. പട്ട 4 പട്ട വേണം. 4 പട്ടയാകുമ്പോൾ 1 ഇതിൻ്റെ അടിയിൽ ഒന്നുകൂടെ കിടപ്പുണ്ട്, 2, ഇത് 2, അപ്പോൾ 4 പട്ടയായി. പട്ട ക്രോസായിട്ട് ഒരിക്കലും വെട്ടരുത്. പട്ട നേരെ
നേര് പീസ് തന്നെ വെട്ടേണ്ടത്. ക്രോസ് പീസ് വെട്ടിയാൽ വലിഞ്ഞു പോവും, നല്ല സ്റ്റിപ്പായിട്ട് ഇരിക്കില്ല. അതുകൊണ്ട് ക്രോസ് പട്ട വെട്ടരുത്. പിന്നെ അടുത്ത വേണ്ടത് ബാക്ക് പീസാണ് ഈ വെച്ചേക്കണത്. കണ്ട ഈ മടക്ക്, ഇവിടെ മടക്കാണ്, വെട്ട് തുമ്പല്ല. എങ്കിലേ നൂന്ന് വരുമ്പം ഒറ്റ പീസായിട്ട് കിട്ടുകയുള്ളൂ. രണ്ട് മടക്കിൽ കിടക്കുക ഈ മടക്ക് പീസായതുകൊണ്ട് നമുക്ക് നൂത്ത് വരുമ്പം ഒറ്റ പീസായിട്ട് വരണം. അതാണ് ബാക്ക് പീസ് അങ്ങനെ ഇട്ടേക്കുന്നത്. കഴുത്തിറക്കം 10 ഇഞ്ച് കഴുത്തിറക്കം, കൈക്കുഴി 8 ഇഞ്ച് കൈക്കുഴി, ഇവിടെ 1.5 ഇഞ്ച് ഷേപ്പ് വരച്ചിട്ടുണ്ട്, ഇറക്കം 14 ഇഞ്ച്. എല്ലാം പാറ്റേണിൽ വരച്ചതുപോലെ തന്നെയാണ് നമ്മളിത് വെച്ചേക്കുന്നത്. ഇനി ഇതെടുത്ത് മാറ്റാം. അപ്പം ബാക്ക് വരച്ചിട്ടുണ്ട്, ഫ്രണ്ടിലെ പട്ട വരച്ചിട്ടുണ്ട്, ഫ്രണ്ട് പീസ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ബാക്ക് പീസിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള ഒരു പട്ടയും കൂടെയാണ്. അതൊരു 1.5 ഇഞ്ച് വീതിയിൽ ഞാൻ വരച്ചിട്ടേക്കുന്നത്. ഇത്രയാണ്. ഇനി അടുത്ത് നമുക്ക് ക്രോസും ഫ്രണ്ടിലെ ഓക്കുപട്ടയും ഹൈപ്പട്ടയൊക്കെ വരണത് ഇതിൽ തന്നെ, ഈ വരച്ചിട്ടേക്കണതിൽ തന്നെ നമുക്ക് മിച്ചം വരും. ഇതിൽ ഫ്രണ്ട് പട്ട, ഓക്കുപട്ട, ഹൈപ്പട്ടയും എടുക്കാം. പിന്നെ ഇതിൽ മിച്ചം ഇത്രയും തുണിയിൽ നമുക്ക് ക്രോസ് പീസും വെട്ടാം, കഴുത്തിലേക്കും കൈക്കുഴിയിലേക്കും. ഇത് ഇത്രയും. ഇത് ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്, പട്ട, ബാക്ക് പീസിൻ്റെ അടിപ്പട്ട, ഊക്കുപട്ട, അയിപ്പട്ടയ്ക്ക് ഇതിൽ കിട്ടും. ബാക്കി മിച്ചമുള്ള ഇത്രയും തുണിയിൽ നമുക്ക് കഴുത്തും കൈക്കുഴിയും തയ്ക്കാനുള്ള ക്രോസ് പീസും വെട്ടാം. ഇത് ഇത്രയും വെട്ടിയെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് പീസ് ആദ്യം കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നത് ക്രോസായിട്ട് വെച്ച് വരച്ചിട്ടുള്ളതാണ്. ഈ ബാക്ക് പീസ് കട്ട് ചെയ്യുക. ബാക്ക് പീസ് പീസ്, ബാക്ക് പീസ്, പട്ട, ഫ്രണ്ട് പട്ട, പട്ട, രണ്ട് 4 പട്ട വെട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിന് പട്ട. ഇത് നമുക്ക് ബാക്ക് പീസിൻ്റെ പട്ടയാണ് വെട്ടണത്. പിന്നെ അയിപ്പട്ടയും ഊക്കുപട്ടയും അയിപ്പട്ടയും. ഇത് ഊക്കുപട്ട, അയിപ്പട്ടയ്ക്ക് ഇത് വെട്ടും. ഊക്കുപട്ട 1 ഇഞ്ച് മതി, അയിപ്പട്ടയ്ക്ക് 2 ഇഞ്ച് പട്ട. ഊക്കുപട്ട, അയിപ്പട്ട. ഇനി നമുക്ക് കഴുത്തിലത്തേക്കും കൈക്കുഴിയിലത്തേക്കും ഉള്ള പീസാണ് അടുത്ത് നമുക്ക് വേണ്ടത്. അത് നമ്മൾ ക്രോസായിട്ട് തന്നെ വെട്ടിയെടുക്കണം. അതിപ്പം നോക്കി വേണം വെട്ടാൻ. ഇങ്ങനെ വെട്ടുമ്പം നേര് പീസായി പോവും. ഇങ്ങനെയൊന്നും വെട്ടരുത്, ഇങ്ങനെ വെട്ടരുത്. അപ്പം ചെരിഞ്ഞ് വരണേ അത് വശമാണോ നോക്കണം. ഇതാണ് ചെരിഞ്ഞുള്ള വശം.
റോസ് ഒരിഞ്ച് വീതിയിൽ വെട്ടണം. ഞാനത് എപ്പോഴും വെട്ടി ആയിക്കൊണ്ട് എനിക്ക് അളക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് വെക്കുന്നത്. നിങ്ങൾ അളന്ന് വെട്ടണം 1 ഇഞ്ച് വീതിയിൽ. റോസ് പട്ട നമുക്ക് ഇത്തിരി തോന വേണം, കഴുത്തിലത്തേക്ക് വേണം, കൈക്കുഴിക്ക് വേണം. പട്ട തോന വേണ്ടി വരും. ആദ്യം ബാക്ക് പീസിൽ പട്ട തയ്ക്കാം. 1.5 ഇഞ്ച് വീതിയിൽ ഇടുപ്പിൻ്റെ എത്ര നീളമുണ്ട് ആ കണക്കിലെടുത്ത് കുളുമ്പിൽ ഒരു ഇങ്ങനെ മടക്കി ഇട്ട് ഇതിൽ വെച്ച് തയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഈ പട്ടത്തറിയിട്ട് മറിച്ച് വെച്ച് പട്ടയിൽ കൂടെ പഴിച്ചെടുക്കും. വെച്ച് ഇനി അടുത്തത് നമുക്ക് ഇത് ബ്ലൗസിലാണെങ്കിൽ നമുക്ക് കൈ തയ്യൽ ചെയ്യും. ഇതിലൊന്നും കൈ തയ്യൽ ചെയ്യണ്ട. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മെഷീനിൽ തന്നെ ഒരു തയ്യൽ തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ച് ഒരു തയ്യൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ആ ട്രെൻഡ് ഗംഭീരമായ ഉദ്ഘാടന വേളയിൽ സെലിബ്രിറ്റി ഗസ്റ്റായി സിനിമാ താരം ഹണി റോസ് എത്തുന്നു. ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസ് മടക്കി നമ്മൾ വെട്ടി വെച്ചേക്കാണല്ലോ മടക്കി. ഈ 2 വെട്ട് മടക്കി അവിടെ നിന്ന് മൊത്തം ഏതുവരെ ഇടയാളം പറ്റിക്കണം അതുവരെ ഒന്ന് ചെരിച്ച് തീർക്കണം. രണ്ട് തയ്യൽ തച്ചോളണം. എല്ലാത്തിലും 2 തയ്യൽ തച്ചോളണം.
തയ്ക്കാം. ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 2 കൊമ്പും കൂടെ ചേർത്ത് തയ്ക്കണം. പതിച്ച് തയ്ക്കണം. നമുക്ക് പട്ട കൊണ്ട് വെച്ച് തയ്ക്കാം. 2 പീസും കൂടെ ഒപ്പം വെച്ച് തയ്ക്കാം. നമ്മുടെ ചേർത്ത് തയ്ക്കുകയാണ്. ഇതിൽ ഇവിടെ വരുമ്പോൾ ആ തയ്യൽ ഈ തയ്യൽ തുമ്പുണ്ടല്ലോ, ഇതിൽ വരണം. നമ്മൾ 1.5 ഇഞ്ച് മടക്കി തയ്ച്ച തുമ്പ് ഇങ്ങനെ മടക്കി വെച്ചോളാം. ഇതിങ്ങനെ ചേർത്ത് ഈ തയ്യലിൽ കൂടെ വരണമെങ്കിൽ അവിടെ ഒരു പിടുത്തം വരും. അതുകൊണ്ട് നമ്മളിത് ഒരു മടക്ക് മുകളിലോട്ട് തയ്ക്കണയിൽ തയ്യൽ വീഴാതെ മടക്കി മുകളിലോട്ട് വെച്ച് ഇങ്ങനെ ഒരു മടക്കി വെച്ചിട്ട് തയ്ക്കാവുള്ളൂ. രണ്ട് തയ്യൽ തയ്ച്ചാണ്. നമുക്ക് തൂക്കുപട്ട വയ്ക്കാം. തൂക്കുപട്ട വലതുവാക്കിനുള്ള പീസാണ് തൂക്ക് വയ്ക്കേണ്ടത്. അതിൽ പട്ട നല്ല വശത്ത് 2ൻ്റെ പട്ടത്തുണ്ട് കൂടെ നല്ല വശത്ത് അടിച്ചെടുക്കണം. എന്നിട്ട് ഒരു തയ്യൽ മീതെ പതിച്ച് വയ്ക്കണം. പുറത്തോട്ട് വാരി ആ കണക്കിന് അകത്തോട്ട് മടക്കി വെച്ച് മടക്കി ഉപ്പുപെട്ട. ഇനി അരിപ്പട്ട ഇടതുവാക്കിനുള്ളതാണ്. അരിപ്പട്ട വരുന്നത് അത് നമ്മൾ അഴുത്ത വശത്തു നിന്ന് തയ്ച്ച് നല്ല വശത്തിലോട്ട് മറിക്കുകയാണ് ചെയ്യുന്നത്. അതിലും നമ്മൾ പതിച്ച് വയ്ക്കണം. പതിച്ച് വയ്ക്കണത് പട്ടത്തുണ്ടിലേ അടി വരാവുള്ളൂ.
കൂടെ ചേർക്കണം. മടക്കി ആയി. നമ്മൾ ഇത് വരിഞ്ഞെടുക്കാൻ കൈത്തൈയിൽ വെച്ചെടുക്കാൻ പാട്. അതുകൊണ്ട് നമുക്കിതിൽ മെഷീൻ തച്ച് തന്നെ പോകാം. മെഷീനിൽ തച്ച് തന്നെ എടുക്കാം. ഇങ്ങനെ മടക്കി ഈ പട്ട വെളിയിലോട്ട് നിൽക്കണം. തുണിയിലോട്ട് കയറരുത്. തുണി എന്ന് പറയുന്നത് ഈ ബ്രേസിയറിൻ്റെ നമ്മൾ വെട്ടിയിരിക്കുന്നതിലോട്ട് തന്നെ പട്ടത്തൊണ്ട് വെളിയിലോട്ട് ഇരിക്കണം. ഈ തയ്യലിന് വെളിയിലോട്ട് തന്നെ നിൽക്കണം. മടക്കി വെച്ച് വെച്ച് കെട്ടിട്ട് തച്ചോളണം. കെട്ടിട്ടോളണം, 3-4 കെട്ടിട്ടോളണം. അല്ലാന്നുണ്ടെങ്കിൽ ഊക്ക് പിടിച്ചിടുമ്പം പോവും, പറഞ്ഞിങ്ങി പോരും. അതുകൊണ്ട് എല്ലാ ഐവരിയനയിലെല്ലാം 4-5 കെട്ടിട്ടോളണം. ഇതിലൊരു 4 ഊക്ക് നമുക്ക് വയ്ക്കാം. എല്ലാവരും ഞാനത് തച്ച് പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാം നേരത്തെ മാർക്ക് ചെയ്തിട്ട് വേണം. മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയ ശേഷം തയ്ക്കണം. ഞാനിത് മാർക്ക് ചെയ്യണില്ല. ഞാൻ എപ്പോഴും തയ്ക്കണത് കൊണ്ട് ചെയ്യാതെയാണ് പോകണം. ഇതിലൊരു 4 ഊക്ക്, ഒന്ന് ഇവിടെ കൊടുത്ത് അടുത്തിവിടെ കൊടുത്ത് അടുത്തിവിടെ അങ്ങനെ 4 ഊക്ക് കൊടുത്താൽ മതി. 3 ഊക്കാകുമ്പം തുറന്നു ഇടയ്ക്ക്, അതുകൊണ്ടാണ് 4 കൊടുക്കാൻ പറയുന്നത്. മൂന്നാമത്തത് നന്നായി നമ്മുടെ എടുക്കണം. നമുക്ക് ബാക്ക് പീസ് വെച്ച് തയ്ക്കാം. ബാക്ക് ഷോൾഡർ തയ്ക്കാം. രണ്ടും കൂടെ ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ടച്ച് ചെയ്യണം. എൻ്റെ കയ്യിൽ വെച്ചോളണം.
നമുക്ക് കഴുത്ത് തയ്ക്കാം. കഴുത്ത് പൈപ്പിങ് അടിക്കാം. കഴുത്തും കൈക്കൂലി. ഇത് ഈ ചരിഞ്ഞത് ഇങ്ങനെ വരണം. ഈ ഇങ്ങനെ വെച്ച് തയ്ക്കരുത്. കണ്ടല്ലോ, ഇത് ഒരു തുമ്പ് താഴോട്ട് ഒരു തുമ്പ് മേലോട്ടും വെച്ച് ചേർത്ത് തയ്ക്കണം. ക്രോസ് പീസ് എല്ലാം നോക്കി തയ്ക്കണം, അല്ലെങ്കിൽ പൊളച്ചിൽ വരും. ചരിച്ച് താഴോട്ടും മേലോട്ടും വെച്ച് തയ്ക്കണം. ഇങ്ങനെ വെച്ച് തച്ച് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ടും മേലോട്ടും കൊണ്ട് നോക്കി തന്നെ തയ്ക്കണം. ഇനി നമുക്കിത് പൈപ്പിങ് കഴുത്തിൽ വെച്ച് തയ്ക്കാം. കഴുത്ത് വയ്ക്കാം. കഴുത്തിൽ പൈപ്പിങ് വെച്ച് അതിൻ്റെ നല്ല വെച്ച് വെക്കാൻ വെച്ച് ഒരു 4 ഇഞ്ച് തയ്ച്ച് തയ്ക്ക് ചെയ്യണം. ഇതിനും തയ്ച്ചെടുക്കണം. ഇതിങ്ങനെ പൈപ്പിങ് വെച്ചിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ ഓരോ വെട്ടി കൊടുക്കണം. കഴുത്തിലും കൈക്കുഴിയുടെ ഭാഗത്തും രണ്ടറ്റത്തും നമ്മൾ ഇതുപോലെ പൈപ്പിനെ തച്ചിട്ട് ഇങ്ങനെ ഓരോ അവിടെ വെട്ടി കൊടുക്കണം. വെട്ടിയിട്ട് വേണം നമ്മൾ പതിച്ച് തയ്ക്കാം. ഇങ്ങനെ വച്ചിട്ട് ഇനി പതിച്ച് തച്ച് ഇതെങ്ങനെ ഒരു മടക്ക് ഇങ്ങനെ നമ്മൾ മടക്കണം. ഇതുപോലെ ഒരു മടക്കിയിട്ട് പതിച്ച് ചെയ്യണം. കഴുത്തിലും കൈക്കുഴിയിലും ഇങ്ങനെയാണ് തയ്ക്കേണ്ടത്. രണ്ടറ്റത്ത് ഇതുപോലെ തയ്ച്ച് ഇങ്ങനെ പതിച്ച് തയ്ക്കണം. പതിച്ച് വെച്ചിട്ട് ഒരു മടക്കും കൂടെ മടക്കി സൈഡും അടിച്ചെടുത്താൽ നമ്മൾ ജോലി കഴിയും. ഇങ്ങനെ പതിച്ച് തച്ച് കഴിഞ്ഞ് ഇതുണ്ട്. ഇനി ഒന്നും കൂടെ മടക്കണം. ഇനി ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് തയ്ക്കും. കൈ ഇങ്ങനെ പതിച്ചടിച്ച് ഇങ്ങനെ മെഷീൻ തച്ച് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു തച്ച് കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് വേണ്ടത് സൈഡ് ചേർത്തടിക്കുകയാണ്. ഫ്രണ്ടും ബാക്കും കൂടെ ഇങ്ങനെ ചേർത്ത് തയ്ക്കണം. ഫ്രണ്ടും ബാക്കും ചേർത്ത് തയ്ച്ച് കഴിഞ്ഞാൽ പൂക്കും വെച്ചാൽ നമ്മൾ സൈഡ് അടിച്ച് കഴിഞ്ഞ് കഴുത്ത് കൈക്കുഴി അടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്. കഴുത്ത് പീസ് തച്ച് എല്ലാം തച്ച് ഊക്കുവട്ട മോള് പൂക്ക് വരിഞ്ഞ് ഇതായി. ഊക്ക് വരിഞ്ഞ് ഊക്കിൽ ഹോളിലോട്ട് ഊക്കുക. എല്ലാവരും തയ്ച്ച് നോക്കണം. 1-2 പ്രാവശ്യമൊക്കെ തയ്ക്കുമ്പം നല്ല മനസ്സിലാവും. ആദ്യം 1-2 പീസ് പേപ്പറിലൊക്കെ വെട്ടി നോക്കണം തുടക്കക്കാർ. എല്ലാവർക്കും തയ്ക്കാൻ പറ്റുന്ന എളുപ്പമാണ്. നമുക്കും അടുത്ത് വേറൊരു തുണ്ട് തുണിയിലൊക്കെ തയ്ക്കണം. ബാക്കപ്പും റൈസിലൊക്കെ അടുത്ത് പറയുന്നത് അമ്മച്ചാരം പ്രായതും പറയും. ഇതെല്ലാവരും ശ്രമിച്ച്
കാച്ചിന് തേച്ചൊക്കെ വയ്ക്കണമെങ്കിൽ നല്ലതാണ്. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ